ആശാവർക്കർമാരുടെ സമരത്തെ തുടർന്ന് ഇപ്പോൾ മന്ത്രിതല ചർച്ച അവസാനിച്ചിരിക്കുകയാണ്. NHM ഡയറക്ടറുമായി നടത്തിയ ചർച്ചയിലെ അതേ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ചർച്ച പരാജയപ്പെട്ടിരിക്കുകയാണ്. സമരം തുടരാൻ തന്നെയാണ് ആശാവർക്കർമാരുടെ തീരുമാനം. നാളെ തൊട്ട് നിരാഹാര സമരം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ആശാവർക്കർമാർ കടക്കും എന്ന് തന്നെയാണ്. എന്തായാലും ആശാവർക്കർമാർ ഇന്ന് 2 ചർച്ചകളാണ് നടത്തിയത്. ആദ്യം നാഷണൽ ഹെൽത്ത് മിഷൻ ഡയറക്ടറുമായും അതിനുശേഷം ഇപ്പോൾ ആരോഗ്യമന്ത്രിയുമായി മന്ത്രിതല ചർച്ചയും നടത്തിയിരുന്നു. എന്തായാലും 2 ചർച്ചകളും പരാജയപ്പെട്ടതോടെ ആശാവർക്കർമാർ മുൻ തീരുമാനിച്ചതുപോലെ, നേരത്തെ നിശ്ചയിച്ചതുപോലെ നിരാഹാര സമരം അടക്കമുള്ള കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ്. നാളെ തൊട്ട് 3 ആശാ പ്രവർത്തകർ വീതം ഇരുന്നു കൊണ്ടുള്ള നിരാഹാര സത്യാഗ്രഹ സമരം ആരംഭിക്കും. എന്തായാലും ഇപ്പോൾ ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ കൃത്യമായി പരിഗണിക്കാത്തതിനെ തുടർന്ന് ആരോഗ്യമന്ത്രിയുമായി നടന്ന ചർച്ചയും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഏതാണ്ട് 3:30 നിയമസഭാ ഓഫീസിലാണ് ഈ ഒരു ചർച്ചയിലില്ലായിരുന്നു. നമ്മൾ ആവശ്യപ്പെട്ട ഓണറേറിയത്തിന്റെ വർധനവ്, റിട്ടയർമെന്റ് ബെനിഫിറ്റ്, അത്തരം കാര്യങ്ങളൊന്നും തന്നെ അത് ചർച്ചയ്ക്ക് എടുക്കുവാൻ പോലും എടുക്കാതെ മറ്റു കാര്യങ്ങളായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതയും മറ്റും. ഒടുവിൽ സർക്കാരിനെ ഇങ്ങനെ ഗൺ പോയിന്റിൽ നിർത്തി നമ്മൾ പൊടുന്നനെ വന്ന് ആവശ്യപ്പെട്ട് 300% വർധനവൊക്കെ ആവശ്യപ്പെട്ടാൽ എങ്ങനെ തരും? സർക്കാർ ഒപ്പമുണ്ട്, സർക്കാർ കൂടെയുണ്ട്. അടുത്ത ആഴ്ച ആരോഗ്യമന്ത്രി കേന്ദ്രത്തിൽ പോകുന്നുണ്ട്. ചർച്ച ചെയ്യാം. നിങ്ങൾ പോകണം, നിങ്ങൾ തിരിച്ചു പോകണം. മന്ത്രി പറയുന്നത് എൻ്റെ ആശമാരെ ഇങ്ങനെ വെയിലത്തും മഴയത്തും ഇരുത്തുന്നതിൽ വിഷമമുണ്ട്. ആശമാർ പിരിഞ്ഞു പോകണം. ആശാ സമരസമിതി നേതാവ് മിനിയായിരുന്നു ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. ചർച്ചയിലേക്ക് നേരത്തെ ആദ്യത്തെ ചർച്ചയിൽ ഉണ്ടായതുപോലെ തന്നെ വിഷയങ്ങളൊന്നും തന്നെ അംഗീകരിക്കുന്ന ഒരു രീതിയിലല്ല ചർച്ച പോയത് എന്നാണ് അവർ വിശദമാക്കുന്നത്. ചർച്ചയിൽ സർക്കാരിൻ്റെ പ്രാരാബ്ധങ്ങൾ ആവർത്തിക്കുക തന്നെയാണ് ചെയ്തത്. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതും അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യം നൽകുക, സാമ്പത്തിക പ്രതിസന്ധി നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്നുള്ളൊരു രീതിയിലായിരുന്നു ചർച്ച പോയത് എന്നാണ് പറയുന്നത്. ഒറ്റയടിക്ക് വന്ന് 300% വർധനവൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ അത്തരത്തിൽ സർക്കാരിനെ പെട്ടെന്നൊരു ദിവസം മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഒരു ചർച്ചയ്ക്ക് പകരം ഒരു മുഖാമുഖം ചോദ്യം ചെയ്യലായിരുന്നു നടന്നത് എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ ഈ ചർച്ചയുടെ പരിണിത ഫലം വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നാണ് സമരസമിതി പ്രവർത്തകരിൽ നിന്ന് മനസ്സിലാകുന്നത്. നേരത്തെ നാഷണൽ ഹെൽത്ത് മിഷൻ ഡയറക്ടറുമായി നടത്തിയ ചർച്ചയിലും അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ചർച്ചയ്ക്ക് വേണ്ടി കയറിയ ആശാപ്രവർത്തകർ പറഞ്ഞത് തങ്ങളുടെ ആവശ്യങ്ങളെ കൃത്യമായി കേൾക്കാനോ എന്താണ് തങ്ങൾ മുന്നോട്ട് വെക്കുന്ന വിഷയം എന്നത് കൃത്യമായി സംസാരിക്കാനോ ഈ ഒരു ചർച്ചയിൽ തയ്യാറാകുന്നില്ല എന്നായിരുന്നു. ഇപ്പോൾ പുറത്തിറങ്ങിയ മിനിയും അത് തന്നെയാണ് പറഞ്ഞത്. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതും അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം നൽകുന്നതും, ഈ 2 ആവശ്യങ്ങളാണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായ അവരുടെ 2 ആവശ്യങ്ങളാണിത്, അവകാശങ്ങളാണിത്. പക്ഷേ ആ 2 കാര്യം അല്ലെങ്കിൽ ആ 2 വിഷയം കൃത്യമായി പരിഗണിക്കാൻ, ആ വിഷയത്തിന്മേൽ കൃത്യമായ ഒരു ചർച്ച നടത്താൻ ഈ 2 ചർച്ചയിലും ഒരു അവസരം ഉണ്ടായില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ആ ഒരു അവസരത്തിൽ ചർച്ചകളിൽ നിന്നെല്ലാം മാറി ഇനി നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. നാളെ തൊട്ട് ആശാവർക്കർമാരുടെ നിരാഹാര സമരം ആരംഭിക്കുകയാണ്. ഇന്നിപ്പോൾ 38ാം ദിവസമാണ് ആശാപ്രവർത്തകർ അനിശ്ചിതകാല രാപ്പകൽ സമരം ആരംഭിച്ചിട്ട്. നാളെ തൊട്ട് മാർച്ച് 20 മുതൽ 3 ആശാപ്രവർത്തകർ വീതം വെച്ച് നിരാഹാര സമരം ആരംഭിക്കും. ഒരു റിലേ നിരാഹാര സത്യാഗ്രഹം പോലെ നിരാഹാര സമരത്തിലേക്ക് കടക്കും എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് ഒരു ചർച്ച വെച്ചത്. എന്നാൽ ഇപ്പോൾ 2 ചർച്ചയും പരാജയപ്പെട്ടതോടെ നാളെ തൊട്ട് നിരാഹാര സമരം അടക്കമുള്ള കുറച്ചുകൂടി തീവ്രമായ സമര പരിപാടികളിലേക്ക് ആശാപ്രവർത്തകർ കടക്കാനിരിക്കുകയാണ്. എന്തായാലും ഇതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ അടക്കമുള്ളവർ ഇതിൽ കുറച്ചുകൂടി
കൂടി ഒരു പിന്തുണ നൽകും എന്നുള്ളതാണ്. നിലവിൽ തന്നെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പിന്തുണ അറിയിച്ചുകൊണ്ട് ആശാപ്രവർത്തകർക്കൊപ്പമുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു 2 ചർച്ച കൂടി പരാജയപ്പെട്ടതോടെ ഈ ഒരു പിന്തുണ വർദ്ധിക്കും. നാളെ തൊട്ട് ഒരുപക്ഷെ സമരത്തിന്റെ രൂപം അല്ലെങ്കിൽ സമരത്തിന്റെ ഭാവം പൂർണ്ണമായും മാറാൻ പോവുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നാളെ 11 മണി തൊട്ട് അവർ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ 3 ആശാപ്രവർത്തകരാണ് നിരാഹാരം ഇരിക്കുക. അതിനുശേഷം രാവിലെ 11 മുതലാണ് ഈ നിരാഹാര സമരം ആരംഭിക്കുക. ഇന്നത്തെ ചർച്ചയിൽ ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടത് സമരം അവസാനിപ്പിക്കണമെന്നും സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടരുത് എന്നും അത്തരത്തിലാണ്. മറിച്ച് ഏതെങ്കിലും പുതിയ നിർദ്ദേശങ്ങൾ വെക്കുകയോ അല്ലെങ്കിൽ നിലവിലുള്ള ഇവരുടെ ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഇരു കൂട്ടർക്കും എത്തുന്ന ഒരു സമവായത്തിൽ എത്താനുള്ള ഒരു സാധ്യത, ഇരു കൂട്ടർക്കും സമ്മതമായ അല്ലെങ്കിൽ ഇരു കൂട്ടർക്കും അനുകൂലമായിട്ടുള്ള ഒരു കോമൺ ഗ്രൗണ്ട്, ഒരു പൊതു നടുവിലേക്ക് എത്താൻ പോലുമുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല. മറിച്ച് സമരം അവസാനിപ്പിക്കണം എന്നുള്ള ഒരേ ഒരു കാര്യം മാത്രമാണ് ചർച്ചയായത് എന്നാണ് പറയുന്നത്. എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ പുതിയ പരിഗണനകളോ അത്തരം ഒന്നും തന്നെ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരികയുണ്ടായില്ല. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഈ സമരം ഇപ്പോൾ ഏതാണ്ട് 1.5 മാസത്തിലേക്ക് കടക്കാൻ പോകുന്ന ഈ ഒരു സമരം ഇങ്ങനെ തന്നെ തുടരും എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. എന്തായാലും നാളെ തൊട്ട് സമരത്തിന്റെ രൂപം മാറുകയാണ്. ഈ ഒരു കഠിന വേനലിൽ അവർ ഇനി നിരാഹാരം കൂടി ഇരിക്കുക എന്ന് പറയുമ്പോൾ അത് ആ നിശ്ചയദാർഢ്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും സർക്കാരിന് അധികകാലം ഇത്തരത്തിൽ ഈ ഒരു നയം സ്വീകരിക്കാൻ കഴിയില്ല. എന്തായിരിക്കും കൂടുതൽ നടപടികൾ, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം. ഇപ്പോൾ എന്തായാലും ആശാവർക്കർമാർ സമരം തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 11 മണി മുതൽ നിരാഹാര സമരം, അനിശ്ചിതകാല നിരാഹാര സമരം സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശമാർ ആരംഭിക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബാക്കിയുള്ള ആശാപ്രവർത്തകർ സമരപന്തലിൽ തന്നെ നിരാശയിലാണ്. ആദ്യഘട്ടത്തിൽ നാഷണൽ ഹെൽത്ത് മിഷൻ ഡയറക്ടറുമായുള്ള ചർച്ചയ്ക്ക് 7 പേരാണ് ചർച്ചയ്ക്ക് വേണ്ടി അകത്ത് കയറിയത്. മറ്റുള്ളവർ പുറത്ത് ഈ ചർച്ചയുടെ പരിണിത ഫലം കാത്ത് ഇരിക്കുകയായിരുന്നു. ആ ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ആശമാർ വളരെയധികം നിരാശരായിരുന്നു. പലരും കണ്ണീരോടുകൂടിയാണ് മാധ്യമങ്ങളെ നേരിട്ട് കണ്ടതുപോലും. ഇത്തരമൊരു ചതി പ്രതീക്ഷിച്ചില്ല എന്നുള്ള അത്രയും വൈകാരികമായാണ് ആശമാർ പ്രതികരിച്ചത്. പ്രത്യേകിച്ചും ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുൻപ് വലിയ പ്രതീക്ഷയിലാണ് അവർ ഉണ്ടായിരുന്നത്. 3:30 ഇത്തരത്തിലൊരു ചർച്ചയുണ്ട്, ആരോഗ്യമന്ത്രിയുമായി 3 മണിക്ക് ചർച്ചയുണ്ട് എന്ന് അറിയിച്ചപ്പോൾ പല ആശമാരും പ്രതികരിച്ചത് ഭക്ഷണം കഴിക്കുന്നത് നിറഞ്ഞ മനസ്സോടെയാണ്. കാരണം ഇപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു. ആ പ്രതീക്ഷ ഇപ്പോൾ പാടെ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളൊരു സൂചനയാണ് ലഭിക്കുന്നത്. ചർച്ച ഏതാണ്ട് 1 മണിക്കൂറിലധികം നീണ്ടു നിന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 3:30-ക്കാണ് ചർച്ച ആരംഭിച്ചത്. നിയമസഭയിൽ ഏതാണ്ട് 4:45 വരെ അല്ലെങ്കിൽ ഒരു 4:40 വരെ ചർച്ച നീണ്ടുപോവുകയുണ്ടായി. എന്നിട്ടും ആ ഒരു ചർച്ചയുടെ ഫലം എന്ന് പറയുന്നത്